ഇപ്പോൾ ആറന്മുളയിൽ വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ മഴ മാറി നിന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാവുകയാണ്. റോഷിബാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷി, ശക്തമായ മഴയാണോ ഇപ്പോൾ ആറന്മുളയിൽ പെയ്യുന്നത്? ഷിയാസ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. കാരണം രാവിലെ മഴ നിന്നതാണ്, ഇപ്പോൾ വീണ്ടും മഴ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ആറന്മുളയിൽ മാനം കറുത്തിട്ടാണുള്ളത്. പ്രദേശവാസികളൊക്കെ ആശങ്ക കൂടുകയാണ്. ഏതാണ്ട് ഒരു 10-15 മിനിറ്റായി കനത്ത മഴയുണ്ട്. മാത്രമല്ല ഇനി ഒട്ടേറെ പേരെ ഈ മേഖലയിൽ നിന്നും ഒഴിപ്പിക്കാനുമുണ്ട്. പലരും വീടിൻ്റെ 1-ാം നിലയിലൊക്കെ അവർ 2018 മഹാപ്രളയത്തിൽ ഇത്രത്തോളം വെള്ളം കയറിയിട്ടില്ല. അത്രയും വെള്ളം കയറുമ്പോൾ വീട് ഒഴിയാം എന്ന ഒരു ധാരണയിൽ നിൽക്കുകയാണ്. കൂടുതൽ ബോട്ടുകളൊക്കെ ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവർക്ക് ആശങ്കയുണ്ട്. പ്രദേശവാസികൾ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന നാട്ടുകാർക്ക് പോലും ആശങ്കയുണ്ട്. കാരണം ഇനിയും വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തുമോ എന്നതാണ്. കാരണം മലമുകളിലൊക്കെ മഴ കനക്കുകയാണ് എന്നാണ് അവർക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ കൃത്യമായി ഈ മേഖലയിൽ വീണ്ടും കനത്ത മഴ പെയ്യുന്നതിൻ്റെ ഒരു സൂചനയാണ്. എങ്ങനെയാണ് ഇനിയും വെള്ളം കയറാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ പ്രദേശവാസി മഴ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ മഴ കൂടുന്തോറും വെള്ളം അവിടുന്ന് വരുന്ന വെള്ളം കൂടി ആറിപ്പം നിറഞ്ഞു കവിഞ്ഞ് ഈ വഴികൾ എല്ലാ വഴിയിലോട്ടും കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം കുറച്ച് കുടുംബങ്ങളെ കൂടെ ഇവിടുന്ന് എടുക്കാറുണ്ട്. പോയിട്ടുണ്ട്, 2 വള്ളം പോയിട്ടുണ്ട്. MLA ഉണ്ട്. ഇപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് കുറച്ച് മൃഗങ്ങളുണ്ട്, അതിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും മഴ കനത്താൽ വെള്ളം ഇനിയും വർദ്ധിക്കും. ഇപ്പോൾ നമുക്ക് ഈ കാണാം, ഇത് പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി വരികയാണ്. അവിടെ ആറ് കവിഞ്ഞൊഴുകി നേരെ ഈ പ്രദേശമൊക്കെ ഒട്ടേറെ പേർ വസിക്കുന്ന മേഖലയാണ്. ഏതാണ്ട് 3 വാർഡുകൾ അല്ലേ, 3ഓളം വാർഡുകളുള്ള പ്രദേശമാണ്. അതാണ് റോഡ് മുറിച്ച് കടന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ഇപ്പം പലരും വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു, സ്വമേധയാ ഒഴിഞ്ഞവരുണ്ട്, രക്ഷാപ്രവർത്തകർ എത്തി ഒഴിപ്പിച്ചവരുണ്ട്, കൂടുതൽ ബോട്ടുകൾ എത്തി ഒഴിപ്പിക്കുന്നുമുണ്ട്. MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ, ഒപ്പം പോലീസുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്നത്. 2018 ഇതിനേക്കാൾ വലിയ മഹാപ്രളയം കണ്ട നാട്ടുകാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ പോലും അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടവും അതിൻ്റെ പ്രയാസങ്ങളും അനുഭവിച്ചതുകൊണ്ട് സമാനമായ സാഹചര്യം വരുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ പോലും അത്രത്തോളം വെള്ളം വരില്ല എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പക്ഷേ മഴ കൂടുതൽ ശക്തമാകുന്നു. ഇപ്പോഴും മാനം കറുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മഴ, പ്രത്യേകിച്ച് വനമേഖലയിൽ മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. മാത്രമല്ല ഈ ആറന്മുളയിൽ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാൻ മറ്റു മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ടാണ് ഇത് നിറഞ്ഞു നിൽക്കും. ഇത് മഴ നിന്നാലും ഒഴുക്ക് നിലച്ചാലും ഇവിടെ എത്തിയ വെള്ളം അത് കുറച്ച് ദിവസം അവിടെ കെട്ടിക്കിടക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. പഴയ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത്. ഇത്തവണ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെട്ടത്, മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആറന്മുളയിലാണ്. വീണ്ടും മഴ പെയ്യുകയാണ്. രാവിലെ മുതൽ തന്നെ മഴ മാറി നിന്നിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാവുകയാണ്. ഇതിനിടയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു.